അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാകും. നല്ല സെറ്റായ മീൻ കറിയാണ്, നല്ല അടിപൊളി മീൻ കറിയാണ്. ഇത് തയ്യാറാക്കുന്നത് ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. ഇതിൽ പച്ച വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല ഒരു മുകളിലിങ്ങനെ കാണുന്നത്. ഫിഷ് കറിയാണ്, ജഷ് എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. പിന്നെ ഒരു 300 ഗ്രാം ചെറുള്ളി നന്നാക്കിയതാണിത്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, 2 കറിവേപ്പില, 2 തക്കാളി, ഒരു 3 കുടംപുളി, ഒരു 6 പച്ചമുളക്. ഇത്രയും സാധനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിനെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മീൻ കറി തയ്യാറാക്കുന്നത്. നമ്മൾ മീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യമായി കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ഈ ചെറുള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുള്ളി ഇപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടിച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചെറുള്ളി എല്ലാം നന്നായി വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 നുള്ളി ജീരകം, കുറച്ച് ഉലുവി, ഇത്രയും ചേർക്കുന്നുണ്ട്. ഇനി മസാലയും ഈ ചെറുള്ളി, തക്കാളി ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കും. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായി വാടിയതിന് ശേഷം നോക്കുമ്പോൾ ഈ കുടംപുളി ചൂടാക്കിയ വെള്ളമാണ്. ആവശ്യത്തിന് ആദ്യം കുടംപുളി എടുക്കാൻ പാടുള്ളൂ, അത് എല്ലാം കൂടിപ്പോകും. പക്ഷേ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. നന്നാക്കി വെച്ച മീനിടുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കും. നമ്മൾ മീൻ കറി റെഡിയായി. നല്ല അടിപൊളി മീൻ കറിയാണ്. ഇപ്പോൾ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമോ. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 സ്പൂൺ മാത്രം, കൂടുതൽ ഒഴിക്കരുത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അതിന് ശേഷം കഴിക്കാം. അപ്പോൾ നല്ല എല്ലാം സെറ്റായിട്ടുണ്ട്.